കന്നിരാശിക്കാരെ, ഈ ആഴ്ച നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം മാത്രമാണ്. നിങ്ങൾ ഏറെ നാളായി കാത്തിരുന്ന ഒരു കാര്യത്തിന് ഇനി ചെറിയൊരു ചലനം തുടങ്ങുകയാണ്. അതിൻ്റെ ഫലം ഉടനെ കയ്യിലെത്തുമെന്ന് കരുതി തിരക്ക് കാണിക്കരുത്. ഈ ആഴ്ചയുടെ തുടക്കത്തേക്കാൾ അവസാന ദിവസങ്ങളാണ് കന്നിരാശിക്കാർക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നത്. നമസ്കാരം, ജ്യോതിർവാണിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കന്നിരാശിക്കാർക്ക് ഓഗസ്റ്റ് 16 മുതൽ 22 വരെയുള്ള ഈ ആഴ്ച വെറുതെ കടന്നുപോകുന്ന ഒരു ആഴ്ചയല്ല. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കേണ്ടതായി വരും. ചില ബന്ധങ്ങളിൽ ഇതുവരെ പറയാതെ വച്ചിരുന്ന കാര്യങ്ങൾ തുറന്നു പറയേണ്ട സാഹചര്യം വരും. അതേസമയം പണവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ആശ്വാസവും ഈ വാരം കാണുന്നു. പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം, ഇത് ഇനി നടക്കില്ല എന്ന് നിങ്ങൾ കരുതി മനസ്സിൽ വച്ചിരുന്ന കാര്യം പൂർണ്ണമായി ഉപേക്ഷിക്കേണ്ട സമയം ഇതല്ല. കാരണം ആ വിഷയത്തിൽ വീണ്ടും ഒരു അവസരം തുറക്കാനുള്ള സാധ്യത ഈ വാരം നിങ്ങൾക്ക് കാണുന്നു. ആദ്യ ദിവസങ്ങളിൽ ചെറിയൊരു ആശയക്കുഴപ്പം നിങ്ങൾക്കുണ്ടാകാം. പക്ഷേ ആഴ്ച മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി വരും. ജോലിയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ കന്നിരാശിക്കാർക്ക് ഈ ആഴ്ച ഉത്തരവാദിത്വം കൂടും. മറ്റുള്ളവർ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഒരു ജോലി പോലും നിങ്ങളുടെ മേൽ വന്നേക്കാം. എന്തിനാണ് എല്ലാം എൻ്റെ തലയിൽ വരുന്നത് എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാകാം. പക്ഷേ അതിനെ ഒരു ഭാരമായി മാത്രം കാണേണ്ടതില്ല. കാരണം നിങ്ങളുടെ കഴിവ് മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ പോകുന്ന ഒരു സമയമാണ് ഇത്. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ചെറിയൊരു ജോലി പോലും പിന്നീട് നിങ്ങൾക്ക് ഗുണമായി മാറാം. ജോലി അന്വേഷിക്കുന്നവർക്ക് ആഴ്ചയുടെ 2ാം പകുതിയിൽ പ്രതീക്ഷിക്കാവുന്ന വാർത്തകൾ ഉണ്ടാകാം. മുമ്പ് അപേക്ഷിച്ച ഒരു സ്ഥാപനത്തിൽ നിന്നും പരിചയത്തിലൂടെയോ ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കാം. ഇവിടെ ഒരു മുന്നറിയിപ്പ് മാത്രം. ഒരു അവസരം കിട്ടിയ ഉടനെ തന്നെ എല്ലാം ഉപേക്ഷിച്ച് പുതിയ തീരുമാനം നിങ്ങൾ എടുക്കരുത്. വിവരങ്ങൾ കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രം മുന്നോട്ട് പോകേണ്ടതാണ്. ബിസിനസ് ചെയ്യുന്ന കന്നിരാശിക്കാർക്കും ഈ ആഴ്ച ശ്രദ്ധേയമാണ്. വലിയൊരു ലാഭം പെട്ടെന്ന് കിട്ടുന്നതിനേക്കാൾ ചെറിയ ഇടപാടുകൾ കൂട്ടിച്ചേർത്ത് ഈ നേട്ടം ഉണ്ടാക്കുന്ന രീതിയാകും ഈ ആഴ്ച കൂടുതൽ നിങ്ങൾക്ക് അനുയോജ്യം. പഴയ കസ്റ്റമർ വീണ്ടും നിങ്ങൾക്ക് വരാം. നിർത്തിവച്ചിരുന്ന ഒരു ഓർഡർ ഈ വാരം വീണ്ടും സജീവമാകാം. പങ്കാളിത്ത ബിസിനസ്സിൽ കണക്കുകൾ വ്യക്തമായി നിങ്ങൾ സൂക്ഷിക്കുക. ഒരു വ്യക്തിയെ മാത്രം വിശ്വസിച്ച് സാമ്പത്തിക തീരുമാനം എടുക്കുന്നത് ഈ വാരം നിങ്ങൾ ഒഴിവാക്കുക. കന്നിരാശിക്കാർ സാധാരണയായി പണം കൈകാര്യം ചെയ്യുമ്പോൾ കണക്കുകൂട്ടി മുന്നോട്ട് പോകുന്നവരാണ്. പക്ഷേ ഈ ആഴ്ച അപ്രതീക്ഷിതമായ ചില ചെലവുകൾ നിങ്ങൾക്ക് വരാം. വീട്ടിലെ ആവശ്യങ്ങൾ, യാത്ര, ഉപകരണങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ തുടങ്ങിയവയിൽ ഈ വാരം ചെലവ് കൂടാം. എന്നാൽ അതിനോടൊപ്പം തന്നെ കാത്തിരുന്ന ഒരു തുക ലഭിക്കാനും ഈ വാരം സാധ്യത കാണുന്നു. വളരെ വലിയ തുക ആയിരിക്കില്ല, പക്ഷേ ഇപ്പോൾ ആവശ്യമായ സമയത്ത് കിട്ടുന്ന പണമായിരിക്കും അത്. അതുകൊണ്ട് ഈ ആഴ്ച പണം വന്നാൽ മുഴുവൻ മറ്റൊരു കാര്യത്തിലേക്ക് മാറ്റിവെക്കാതെ കുറച്ച് തുക കയ്യിൽ സൂക്ഷിക്കുക. ഇവിടെ ഒരു ചെറിയ വ്യത്യാസം കാണുന്നുണ്ട്. കന്നിരാശിക്കാർ പല കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് പുറത്തേക്ക് ഒന്നും പറയാതെ ഇരിക്കുന്ന സ്വഭാവം കാണിക്കാറുണ്ട്. ഈ ആഴ്ച അങ്ങനെ മിണ്ടാതിരിക്കുന്നത് ചിലപ്പോൾ പ്രശ്നം വലുതാക്കാം. നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ അത് ശാന്തമായി പറയുക. പ്രത്യേകിച്ച് കുടുംബത്തിലെ ഒരു മുതിർന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ചെറിയ വിഷമം മാറാനുള്ള സാധ്യതയും ഈ വാരം കാണുന്നു. വീട്ടിൽ ഒരു നല്ല വാർത്ത കേൾക്കാനും ഈ വാരം സാധ്യത കാണുന്നു. വിവാഹം ആലോചിക്കുന്നവർക്ക് ഈ ആഴ്ച ഒരു ആലോചന വരാം. പക്ഷേ ഉടൻ തീരുമാനമെടുക്കാതെ കുടുംബത്തിൻ്റെ അഭിപ്രായവും വ്യക്തിയുടെ സ്വഭാവവും മനസ്സിലാക്കിയ ശേഷം മാത്രം മുന്നോട്ട് പോകേണ്ടതാണ്. വിവാഹിതരായ അവർക്ക് പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതിൻ്റെ കാരണം വലിയ പ്രശ്നമല്ല.
ചെറിയ കാര്യങ്ങൾ മനസ്സിൽ വലുതാക്കുന്നതായിരിക്കാം. അതുകൊണ്ട് ഒരു വാക്ക് പറയാം, ഈ ആഴ്ച ജയിക്കേണ്ടത് വാദത്തിൽ അല്ല, ബന്ധത്തിലാണ്. പ്രണയബന്ധത്തിലുള്ളവർക്ക് ആഴ്ചയുടെ 2ാം പകുതി കൂടുതൽ അനുകൂലമാണ്. ദൂരെയായിരുന്ന ഒരാൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങാം. സംസാരിക്കാതെ നിന്നവർക്ക് വീണ്ടും ഒരു മെസ്സേജ് ലഭിക്കാൻ സാധ്യത കാണുന്നു. എന്നാൽ പഴയ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും എടുത്തു പറയാതെ ഇപ്പോഴത്തെ സാഹചര്യം നോക്കി മാത്രം തീരുമാനമെടുക്കുക. ഇനി കന്നിരാശിയിലെ നക്ഷത്രക്കാരെ പ്രത്യേകം നോക്കാം. ഉത്തര നക്ഷത്രക്കാർക്ക് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഒരു മാറ്റത്തിൻ്റെ സൂചന ഈ വാരം കാണുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടന്നില്ലെങ്കിലും മറ്റൊരു വഴി നിങ്ങൾക്ക് തുറന്നു ലഭിക്കാം. പണകാര്യത്തിൽ നിയന്ത്രണം വേണം. അത്തം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ബന്ധങ്ങളും ആശയവിനിമയവുമാണ് പ്രധാനപ്പെട്ടത്. നിങ്ങൾ സംസാരിക്കുന്ന ഒരു വ്യക്തി പിന്നീട് നിങ്ങൾക്ക് സഹായകരമായി മാറാം. ഒരു പഴയ പരിചയം വീണ്ടും പുതുക്കാനും ഈ വാരം സാധ്യത കാണുന്നു. ചിത്തിര നക്ഷത്രക്കാർക്ക് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അമിതമായ ആലോചന ഒഴിവാക്കേണ്ടതാണ്. ഒരു അവസരം മുന്നിൽ വന്നാൽ ഭയന്ന് പിന്നോട്ട് പോകാതെ അതിൻ്റെ ഗുണവും ദോഷവും നോക്കി മാത്രം മുന്നോട്ട് പോകുക. സാമ്പത്തികമായി ചെറിയൊരു നേട്ടം ഈ വാരം നിങ്ങൾക്ക് ലഭിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഇരുന്നിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ ഒരു വലിയ ലക്ഷ്യം മാത്രം മുന്നിൽ വയ്ക്കാതെ ചെറിയ ഭാഗങ്ങളാക്കി പഠിക്കേണ്ടതാണ്. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് പഴയതായി പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഓർത്തെടുക്കാൻ ഈ ആഴ്ച ഒരു നല്ല സമയമാണ്. വിദേശ പഠനം, വിദേശ ജോലി, യാത്ര എന്നിവ ആലോചിക്കുന്നവർക്ക് ചില വിവരങ്ങൾ ഈ വാരം ലഭിക്കാം. ഉടൻ യാത്ര നടക്കണം എന്നില്ലെങ്കിലും അടുത്ത ഘട്ടത്തിലേക്ക് ഒരു വാതിൽ ഈ വാരം തുറന്ന് ലഭിക്കും. ആരോഗ്യകാര്യത്തിൽ വലിയ ആശങ്ക വേണ്ട. ഉറക്കക്കുറവ്, ക്ഷീണം, ഭക്ഷണത്തിലെ അശ്രദ്ധ എന്നിവ ഈ വാരം ഒഴിവാക്കുക. പ്രത്യേകിച്ച് ജോലി കാരണം വിശ്രമം മാറ്റിവെക്കുന്നവർ ഈ വാരം ശ്രദ്ധിക്കുക. ശരീരത്തിന് വിശ്രമം നൽകുന്നത് ഈ ആഴ്ച വളരെ പ്രധാനമാണ്. ഇനി ഈ ആഴ്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. കന്നിരാശിക്കാരെ, ഓഗസ്റ്റ് 19 മുതൽ 26 വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒരു വാർത്തയോ ഒരു ഫോൺ കോളോ ഒരു തീരുമാനമോ പ്രതീക്ഷിക്കാം. അത് ജോലി, പണം, കുടുംബം, ഏത് മേഖലയിലായാലും നിങ്ങൾ കുറച്ചു കാലമായി കാത്തിരുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ടതാകാം. അതുകൊണ്ട് ആ ദിവസങ്ങളിൽ വരുന്ന ഒരു ഫോൺ കോളും സന്ദേശങ്ങളും നിങ്ങൾ അവഗണിക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു പ്രധാന കാര്യം പറയാനുണ്ടെങ്കിൽ അതിനും ആ ദിവസങ്ങൾ പ്രയോജനപ്പെടുത്താം. ഈ ആഴ്ച കന്നിരാശിക്കാർക്ക് ചെയ്യാവുന്ന ഒരു ചെറിയ ആത്മീയ പരിഹാരം: ബുധനാഴ്ച രാവിലെ ഗണപതിയെയോ ഇഷ്ടദേവതയോ പ്രാർത്ഥിച്ച് സാധ്യമെങ്കിൽ ഒരു ചെറിയ നെയ്വിളക്ക് തെളിയിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ വലിയ കാര്യങ്ങൾ മാത്രം ആവശ്യപ്പെടരുത്. എനിക്ക് ശരിയായ തീരുമാനം എടുക്കാനുള്ള ബുദ്ധിയും ശരിയായ സമയത്ത് ശരിയായ വഴി തിരിച്ചറിയാനുള്ള ശക്തിയും തരണമേ എന്ന് മനസ്സിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുക. കാരണം ഈ ആഴ്ച കന്നിരാശിക്കാർക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഭാഗ്യം മാത്രമല്ല, ശരിയായ തീരുമാനം എടുക്കാനുള്ള വ്യക്തതയുമാണ്. ഇനി ഈ ആഴ്ചയിലെ നിങ്ങളുടെ ഭാഗ്യസൂചനകൾ: ഭാഗ്യദിനം ബുധനാഴ്ച, ശ്രദ്ധിക്കേണ്ട ദിവസം തിങ്കളാഴ്ച, ഭാഗ്യനിറം പച്ച, ഭാഗ്യസംഖ്യ 5. കന്നിരാശിക്കാരെ, ഈ ആഴ്ചയുടെ തുടക്കത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പതുക്കെയാണെന്ന് തോന്നിയേക്കാം. പക്ഷേ ഓർക്കുക, പതുക്കെ നിൽക്കുന്നതല്ല. നിങ്ങൾ ഏറെ നാളായി കാത്തിരുന്ന ഒരു കാര്യത്തിൽ ചെറിയൊരു ചലനം ഉണ്ടാകുമ്പോൾ അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണം. ആരെയും വേഗത്തിൽ വിശ്വസിക്കരുത്. അതുപോലെ തന്നെ എല്ലാവരെയും സംശയിക്കും വേണ്ട. നിങ്ങളുടെ കഴിവിൽ വിശ്വാസം വയ്ക്കുക. ഈ ആഴ്ച നിങ്ങൾക്ക് ലഭിക്കുന്ന ചെറിയൊരു അവസരത്തെ ശരിയായി ഉപയോഗിച്ചാൽ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമായി കാണാൻ കഴിയും. കന്നിരാശിക്കാരിൽ ആരൊക്കെയാണ് ഈ ആഴ്ച ജോലി സംബന്ധമായ നല്ല വാർത്ത പ്രതീക്ഷിക്കുന്നത്? ആരൊക്കെയാണ് പണം ലഭിക്കാനായി കാത്തിരിക്കുന്നത്? കമൻറ്റിൽ ഓം ഗം ഗണപതയേ നമ എന്ന് എഴുതൂ. നിങ്ങളുടെ നക്ഷത്രവും കമൻറ്റിൽ എഴുതാം. ജ്യോതിർവാണിയുടെ പുതിയ വീഡിയോകൾ
നഷ്ടപ്പെടാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ആഴ്ച ആശംസിച്ചുകൊണ്ട് സ്നേഹത്തോടെ ജ്യോതിർവാണി. നന്ദി, നമസ്കാരം.